ഹായ് എവരി വൺ. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സിൽ ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. ആ 2 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനകത്ത് ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും തന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ടൊന്നും തന്നിട്ടില്ല. അത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന 2 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. അതിനകത്ത് എം ആൻഡ് കെ എന്ന് പറഞ്ഞ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ജെ പ്രോഡക്ട്സ് ആണ് ഓർഗനൈസേഷൻ. ഡിപ്പാർട്ട്മെൻറ്റ് എ എം സെൽസ് ഗുഡ്സ് ടു ഡിപ്പാർട്ട്മെൻറ്റ് കെ അറ്റ് നോർമൽ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അവിടെ ഇനി കോസ്റ്റ് പ്രൈസ് എന്നുള്ള ഒരു കൺഫ്യൂഷനേ വേണ്ട. സെല്ലിംഗ് പ്രൈസിനാണ് ഡിപ്പാർട്ട്മെൻറ്റ് എം ഡിപ്പാർട്ട്മെൻറ്റ് കെക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വിട്ടേക്കാം. ഒരു സൈഡിലോട്ട് മാത്രമേ ട്രാൻസ്ഫർ ഉള്ളൂ. Then you are asked to prepare trading and profit and loss account, that is departmental trading and profit and loss account. ഇത് മാത്രം പോരാ, ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യാം. ഇനി ഡിപ്പാർട്ട്മെന്റ് എം ആൻഡ് കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ അത് കൂടാതെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട്. 4 ജനറൽ ഐറ്റം. പിന്നെ അതെങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ജനറൽ അൺഅലോക്കേറ്റഡ് എക്സ്പെൻസസ് എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ ഡിപ്രീസിയേഷൻ്റെ ഡീറ്റെയിൽസും അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും തന്നിട്ടുണ്ട്. നമുക്ക് നേരെ പോയി എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെൻറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. കാരണം അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ. ഇനി അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഉണ്ടെങ്കിൽ തന്നെ അത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേ വരത്തുള്ളൂ. Department Trading and Profit and Loss Account for the year ending 31st March 2020. Then ഒരു അക്കൗണ്ട് വരയ്ക്കുക. ടോട്ടൽ കോളം കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, നിർബന്ധമില്ല. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എമ്മിന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കേൾക്കില്ല. ദെൻ പർച്ചേസസ് 2,76,000, 24,000. സെയിൽസും അതുപോലെ 2,76,000, 1,74,000. ദെൻ വേജസിൻ്റെ എമൗണ്ട് 12,000, ദെൻ 19,200. ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ ക്വസ്റ്റിനെ തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ നേരിട്ട് അങ്ങ് എടുത്ത് എഴുതുകയാണ്. ഇനി അടുത്ത വരുന്നത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ഗുഡ്സ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് എം 84,000 ഡിപ്പാർട്ട്മെന്റ് കെയുടെ കോളത്തിലാണ്. അതിൻ്റെ ഒരു മീനിങ് എന്താ, ഡിപ്പാർട്ട്മെന്റ് എം ഡിപ്പാർട്ട്മെന്റ് കെക്ക് 84,000 ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് സെയിൽസ് പോലെയാണ്. ഡിപ്പാർട്ട്മെന്റ് എമ്മിന്റെ ക്രെഡിറ്റ് കോളത്തിൽ 84,000. അതിൻ്റെ നേരെ നമുക്ക് എന്തെഴുതാം, ബൈ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് എഴുതാം. ബൈ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ബൈ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് എന്ന് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ആർക്കാണ് സെയിൽ ചെയ്തതെന്ന് എഴുതാം, ബൈ കെ എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ ഏത് വേണേൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഡിപ്പാർട്ട്മെന്റ് കെയെ സംബന്ധിച്ചിടത്തോളം 84,000 എന്ന് പറയുന്നത് പർച്ചേസ് പോലെയാണ്. സോ ഡിപ്പാർട്ട്മെന്റ് കെയുടെ ഡെബിറ്റ് കോളത്തിൽ 84,000. ഓക്കെ, ഇവിടെ എന്തെഴുതാം, ടു ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ടു ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇത് ആരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്, എമ്മിൻ്റെ കയ്യിൽ നിന്നായതുകൊണ്ട് ടു എം എന്നും എഴുതാം. ഓക്കെ, ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് സൈഡും നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ വരിക. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ കണ്ടുപിടിക്കാം. 4,20,000 ആണ് എമ്മിൻ്റെ ടോട്ടൽ, 1,95,000 ആണ് കെയുടെ ടോട്ടൽ. ആ ടോട്ടൽ തന്നെ രണ്ട് സൈഡിലോട്ട് എടുത്ത് എഴുതാം. ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കണേ. ഇനി ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടലിൽ നിന്നും ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റവും കുറയ്ക്കാം. ഒന്ന് ചെക്ക് ചെയ്തോണേ, ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്, എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തോണം. ഗ്രോസ് പ്രോഫിറ്റ് ടു ഗ്രോസ് പ്രോഫിറ്റ് carried down. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് എമ്മിൻ്റെ 1,20,000, ഡിപ്പാർട്ട്മെന്റ് കെയുടെ 68,400. ബ്രോഡ് ഡൗൺ ചെയ്യാം. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷനിലോട്ട് പോവാം. ആദ്യമായിട്ട് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അതുപോലെ എടുത്ത് എഴുതി വെക്കുക. സ്റ്റേഷനറി ആൻഡ് പ്രിന്റിംഗ് സെപ്പറേറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നേരെ അങ്ങ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 2,560 ആൻഡ് 1,960. അതുപോലെ തന്നെ എഴുതി വെക്കുക. സാലറീസ് ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള സാലറി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 8,000ഉം 5,000ഉം. പിന്നെ ഒരു 4 ഐറ്റം ഉണ്ട്. 4 ഐറ്റം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട്
എന്താ പറയുക ജനറൽ എക്സ്പെൻസസ് എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് അതുകൊണ്ട് ഞാൻ ടോട്ടൽ കോളത്തിലെല്ലാം എഴുതി. ഇനി ഇതെങ്ങനെ വീതിക്കുമെന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മുടെ ഈ ജനറൽ സാലറി ഉണ്ടല്ലോ, ജനറൽ സാലറി, അതേപോലെ ബാങ്ക് ചാർജസ്, ഫിനാൻഷ്യൽ എന്നുള്ള രീതിയിൽ എടുക്കാം. ഇതിനെ നമുക്ക് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അവിടെ കൊണ്ട് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ എടുത്തതിൻ്റെ കാര്യം ക്വസ്റ്റ്യനിൽ ഈ ഒരു സെൻറ്റൻസ് വന്നിരിക്കുന്നതുകൊണ്ടാണ്. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു ജനറൽ അൺഅലോക്കേറ്റഡ് എക്സ്പെൻസസ് ആർ ടു ബി അപ്പോർഷൻ ഇൻ ദ റേഷ്യോ 3:2. അതായത് ഈ 4 അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ള ഈ 4 3:2 2 ഡിപ്പാർട്ട്മെന്റിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. നമുക്ക് അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം. വേറെ നമ്മൾ ആലോചിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 3:2 ഡിവൈഡ് ചെയ്യുക, അത് ഡിവൈഡ് ചെയ്തോണം. അതേപോലെ മിസ്ലേനിയസ് എക്സ്പെൻസും അൺഅലോക്കേറ്റഡ് ആണ്, അതും 3:2 ഡിവൈഡ് ചെയ്യുക. ഇനി അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അഡ്വർടൈസ്മെന്റ് സാധാരണഗതിയിൽ നമ്മൾ സെയിൽസിന്റെ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതും വേണ്ട. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാം, കോമൺ ആയിട്ടുള്ള എല്ലാം 3:2 ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഈ 4 ഈ ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള ഈ 4 ടോട്ടലും ഈ 2 പേർക്ക് 3:2 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉള്ളത് ഡിപ്രീസിയേഷൻ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് നോക്കാം. പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ 10%. ഒരാൾക്ക് മാത്രമേ പ്ലാന്റ് ആൻഡ് മിഷനറി ഉള്ളൂ, ഡിപ്പാർട്ട്മെന്റ് കെക്ക് മാത്രമേ പ്ലാന്റ് ആൻഡ് മിഷനറി ഉള്ളൂ. സോ അതിൻ്റെ 10% എന്ന് പറയുമ്പം ഡിപ്പാർട്ട്മെന്റ് കെയുടെ കോളത്തിൽ 1440. 1440 ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കേ. ഡിപ്പാർട്ട്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. നമ്മളെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി 2 സൈഡും നോക്കുക. 2 സൈഡും നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ വരിക. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എടുത്ത് എഴുതുക. വരുന്ന ബാലൻസ് എത്രയാന്ന് വെച്ചാൽ ആ ബാലൻസ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിനെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നാണ് വിളിക്കുക. ആ പ്രോഫിറ്റ് എടുത്ത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലോട്ട് ഡിപ്പാർട്ട്മെന്റ് എമ്മിൻ്റെയും ഡിപ്പാർട്ട്മെന്റ് കെയുടെ പ്രോഫിറ്റ് എടുത്ത് എഴുതുക. അപ്പോൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നു പറഞ്ഞു. ഇനി നമുക്ക് ജനറൽ ആയിട്ട് വേറെ ഐറ്റംസ് ഒന്നുമില്ല. കാരണം എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. എല്ലാം അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ള അതും 3:2 കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് എല്ലാം അലോക്കേറ്റ് ചെയ്ത് അപ്പോർഷൻ ചെയ്ത് എല്ലാം എഴുതി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്, തീർന്നു. നമുക്കിനി വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ബാലൻസ് എടുത്ത് എഴുതി 2 സൈഡും നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ആ വരുന്ന ഡിഫറൻസ് കാരണം ഫുൾ എമൗണ്ടിനെ നമുക്ക് 2 പേരുടെയും കൂടെ ടോട്ടൽ എമൗണ്ടിനെ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതി വെക്കാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ഹിഡൻ ആയിട്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് പറയുന്നു ഡിപ്പാർട്ട്മെന്റ് എം സെൽസ് ഗുഡ്സ് ടു ഡിപ്പാർട്ട്മെന്റ് കെ അറ്റ് നോർമൽ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ എന്തായാലും ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ഉണ്ട്. എം കെക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും എന്തെങ്കിലും ഈ ട്രാൻസ്ഫർ ചെയ്തത് അൺസോൾഡ് ആയിട്ട് ഇരിപ്പുണ്ടോ എന്ന് വേണം അടുത്തത് നമ്മൾ നോക്കാനായിട്ട്. ആദ്യം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് നോക്കാം. ഇവിടെ ട്രാൻസ്ഫർ ഉള്ളത് എം കെക്കേ ഉള്ളൂ. കെ തിരിച്ച് എമ്മിന് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, അത് മനസ്സിൽ വെച്ചോണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എമ്മിന് 12,000, കെക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. അപ്പം നമുക്ക് അവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ വല്ല പ്രശ്നവും വരുമോ? എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തത് അൺസോൾഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമോ? ഇല്ല. കാര്യം എന്താ? ഇവിടെ എം കെക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, കെ തിരിച്ച് എമ്മിനെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പൊ ഈ എമ്മിന്റെ 12,000 എന്ന് പറയുന്ന സ്റ്റോക്ക് കംപ്ലീറ്റ് പുറത്തു നിന്നും വാങ്ങിച്ചതായിരിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പാണ്. കാരണം ക്വസ്റ്റ്യനകത്ത് കെയുടെ കയ്യിൽ നിന്ന് എം വാങ്ങിച്ചതായിട്ട് പറയുന്നില്ല. അങ്ങനെ വാങ്ങിക്കുന്ന ഒരു സീൻ ഉണ്ടെന്നുള്ളത് പറയുന്നില്ല. അപ്പം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കാര്യം അങ്ങ് വിടാം. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കേസിലോട്ട് വരുമ്പം 2 പേർക്കും ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഒരാൾക്ക് 60,000, ഒരാൾക്ക് 21,600. എമ്മിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അങ്ങ് വിട്ടേക്കാം. കാരണം എം കംപ്ലീറ്റ് ഗുഡ്സും പുറത്തു നിന്നാണ് വാങ്ങുന്നത്. കെയുടെ അടുത്തു നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ ഈ 21,600 ആണ് കെയുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ 21,600-നകത്ത് എമ്മിന്റെ കയ്യിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ ഗുഡ്സ് വല്ലതും ഉണ്ടോ? അതാണ് നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് എവിടെയും അങ്ങനെ ഒരു ഡീറ്റെയിൽസ് പറയുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതാണ് ഇവിടുത്തെ ഒരു ചലഞ്ച്. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് എമ്മിന്റെ കയ്യിൽ നിന്നും കെക്ക് ഗുഡ്സ് എത്ര ട്രാൻസ്ഫർ ചെയ്തു വന്നു, കെ എത്ര പുറത്തു നിന്നും വാങ്ങി. ഇത് വേണം ആദ്യം നോക്കാനായിട്ട്.
പർച്ചേസസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. കെ പുറത്തു നിന്ന് വാങ്ങിയത് 24,000, എമ്മിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് 84,000. ഇപ്പം അൺസോൾഡ് ആയിട്ട് ഇരിക്കുന്നത് 21,600. ചിലപ്പോൾ ഈ 21,600 മൊത്തവും പുറത്തു നിന്ന് വാങ്ങിയതായിരിക്കാം, അതല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് എമ്മിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയതായിരിക്കാം. അത് നമുക്ക് അറിയത്തില്ല. ക്വസ്റ്റ്യനകത്ത് അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ 21,600-ൽ കുറച്ച് പോർഷൻ എമ്മിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കാം, അതേപോലെ കുറച്ച് പോർഷൻ പുറത്തു നിന്നായിരിക്കാം എന്ന് അസ്യൂം ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. പുറത്തു നിന്ന് എത്ര വേണേൽ കിട്ടിക്കോട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എപ്പോഴാ? ട്രാൻസ്ഫർ വഴി മറ്റേ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, അതായത് എം എന്നുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് ഗുഡ്സ് കെയുടെ കയ്യിൽ വരുന്നു, അത് സെല്ലിംഗ് പ്രൈസിന് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നു. കെക്ക് അത് മൊത്തവും വിൽക്കാൻ പറ്റുന്നില്ല, അത് കെയുടെ അൺസോൾഡ് സ്റ്റോക്കിൽ, ക്ലോസിംഗ് സ്റ്റോക്കിൽ കുറച്ച് ബാക്കിയിരിക്കുന്നു. അങ്ങനെ വരുമ്പം എം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ചാർജ് ചെയ്ത, മാർക്കറ്റ് പ്രൈസ് എത്താൻ വേണ്ടി ചാർജ് ചെയ്ത പ്രോഫിറ്റ് കംപ്ലീറ്റ് റിയലൈസ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കെ എന്ത് ചെയ്യണം? കെയുടെ റെസ്പോൺസിബിലിറ്റി ആണ് എമ്മിന് റിയലൈസ് ചെയ്യാതെ പോയ പ്രോഫിറ്റിന് വേണ്ടി കെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ അത് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വളരെ സിമ്പിളാക്കി, ഒന്നുകൂടെ സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത്രയും നമ്മളിവിടെ ചെയ്താൽ മതി. കെയുടെ കയ്യിലിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ആയ 21,600-നകത്ത് എമ്മിൻ്റെ കയ്യിലെ ഗുഡ്സ് എത്രയുണ്ട്, പ്രപ്പോർഷനേറ്റ് എത്രയുണ്ട്, എമ്മിൻ്റെ ഗുഡ്സിൻ്റെ പ്രപ്പോർഷനേറ്റ് ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. പ്രപ്പോർഷനേറ്റ് ഗുഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എം വിത്ത്, അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ഗുഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എം ഇൻ ദി ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് കെ. ഡിപ്പാർട്ട്മെന്റ് കെയുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഡിപ്പാർട്ട്മെന്റ് എമ്മിന്റെ എത്രയാണ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് വരുന്ന ഗുഡ്സ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് എത്രയാണ്, ആ ഫോർമുല എന്ന് പറയുന്നത് എത്രയാണ് എമ്മിൻ്റെ കയ്യിൽ നിന്നും കെ ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങിച്ചത്. നമ്മളത് നേരത്തെ എഴുതി വെച്ചായിരുന്നല്ലോ, 84,000 ആണ് വാങ്ങിച്ചു വെച്ചത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പർച്ചേസ് ചെയ്തു. 84,000 എമ്മിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്, ടോട്ടൽ എത്ര പർച്ചേസ് ചെയ്തു? 24,000 പുറത്തു നിന്നും എമ്മിൻ്റെ കയ്യിൽ നിന്ന് 84,000, സോ രണ്ടും കൂടെ കൂട്ടുമ്പം 1,08,000 ഇൻറ്റു എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? 21,600. ഓക്കെ, അപ്പോൾ പ്രപ്പോർഷനേറ്റ് എത്രയാണെന്ന് അറിയാനായിട്ട്, അതായത് എമ്മിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ഗുഡ്സിൽ എത്രത്തോളം പോർഷൻ അൺസോൾഡ് സ്റ്റോക്കായിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിലുണ്ട് എന്നറിയാനായിട്ട്, പ്രപ്പോർഷനേറ്റ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് എമ്മിൻ്റെ കയ്യിൽ നിന്നും എത്ര വാങ്ങി ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര വാങ്ങി ഇൻറ്റു ക്ലോസിംഗ് സ്റ്റോക്ക്. ടോട്ടൽ എന്ന് പറയുന്നത് പുറത്തു നിന്നും വാങ്ങിയതും എമ്മിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നതും കൂടെ ചേർത്ത് ഒരുമിച്ചുള്ള എമൗണ്ട് ആണ്. സോ എമ്മിൻ്റെ കയ്യിൽ നിന്നുള്ള 84,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ആയിട്ട് വാങ്ങിയ 1,08,000 ഇൻറ്റു 21,600 ആണ് അൺസോൾഡ് ആയിട്ടിരിക്കുന്ന, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ വഴി അൺസോൾഡ് ആയിട്ടിരിക്കുന്ന ഗുഡ്സ്. ദാറ്റ് ഈസ് 16,800 എന്നുള്ളതാണ് ആ എമൗണ്ട്. 16,800 ആണ് ആ എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്ത് ചെയ്യാം? ഇനി ഡിപ്പാർട്ട്മെന്റ് കെ ചെയ്യേണ്ടത് ഈ എമൗണ്ടിന് എന്ത് ചെയ്യണം? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അതിലോട്ട് പോവാം. അതിനു മുമ്പ് ഏത് പെർസെൻറ്റേജിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും അതൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഏത് പെർസെൻറ്റേജിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും? ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടല്ലോ, എം കെക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, എം സെല്ലിംഗ് പ്രൈസിനാണ് കെക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? എം ആദ്യം സ്വന്തം കോസ്റ്റ് എടുക്കും, അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂടെ ആഡ് ചെയ്തിട്ടാണ് കെക്ക് ഗുഡ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമ്മൾ അറിയേണ്ടത്.
അതിനുവേണ്ടി കെ ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എം കെക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്ര പ്രോഫിറ്റ് പെർസെൻറ്റേജിലാണെന്ന് നോക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? എമ്മിന്റെ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എമ്മിന്റെ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എം. ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എം എന്ന് പറയുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് 1,20,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് സെയിൽസ് ആയ 2,76,000 വരും. അതുകൂടാതെ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ആയ 84,000 കൂടെ വരും. സോ 1,20,000 ഡിവൈഡഡ് ബൈ 3,60,000. ഈ 3,60,000 എങ്ങനെയാ വന്നേ? 2,74,000 പ്ലസ് 84,000 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3,60,000 into 100 that is equal to 33.33%. 33.33% ആണ് ഡിപ്പാർട്ട്മെന്റ് എമ്മിന്റെ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ്. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് കെ. ഡിപ്പാർട്ട്മെന്റ് കെയുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഡിപ്പാർട്ട്മെന്റ് എം ട്രാൻസ്ഫർ ചെയ്ത കുറച്ച് ഗുഡ്സ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് കെ എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെന്റ് കെയുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഡിപ്പാർട്ട്മെന്റ് എമ്മിന് എത്രയാണോ റിയലൈസ് ചെയ്യാതെ പോയ പ്രോഫിറ്റ് അതിനു വേണ്ടി ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എത്രയാണോ ബാക്കി ഇരിക്കുന്ന ഗുഡ്സ് എന്ന് നോക്കുക. 16,800 into 33.33 by 100 that is equal to നമുക്ക് റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ 5,600 എന്ന് വരും. 5,600 ആണ് പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് കെ. ഇത് എന്ത് ചെയ്യണം? ഇത് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോവുക. ഏത് സൈഡിലാണ് എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണോ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത്? ആലോചിക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എപ്പോഴും എവിടെ കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ്. എവിടെ വേണേൽ കാണിച്ചോട്ടെ, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. സോ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ പ്രൊവിഷൻ കൊടുക്കാനായിട്ട്. സോ ഡെബിറ്റ് സൈഡിൽ വരിക ടു പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് കെ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് കെ. എമൗണ്ട് എന്ന് പറയുന്നത് 5,600. ഇനി നിങ്ങൾ രണ്ട് സൈഡും നോക്കുക. ഡിഫറൻസ് വരുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ എഴുതി വെക്കുക. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഒന്നും വരത്തില്ല. കാരണം ഇവിടെ കെയുടെ കയ്യിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. കാരണം ഇവിടെ കെക്ക് മാത്രമേ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നുള്ളൂ. തിരിച്ച് കെ എമ്മിനൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ ക്വസ്റ്റ്യൻ വരുന്നില്ല. നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക. കാരണം ഇതൊരു ഒരു കറക്റ്റ് അതിൻ്റെ ആ ഒരു രീതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മറന്നു പോകത്തില്ല. കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുക. ചുമ്മാതെ ഇത് പെട്ടെന്ന് എഴുതി തീർക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യരുത്. നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, താങ്ക് യു.